ഹലോ, നമസ്കാരം. ഇന്നത്തെ സബ്ജക്റ്റ് നമ്മളുടെ ഒരു കമ്പനി എങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരാൾ ഒരു ഒരു ബിസിനസ് കൺസെപ്റ്റ് ഉണ്ടാക്കി അതിൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്ത് കമ്പനി നമ്മൾ സ്റ്റാഫിങ് ഹയർ ചെയ്തു ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു സർവീസ് കമ്പനി, ഒരു ഉദാഹരണത്തിന് ഒരു ലോജിസ്റ്റിക്സ് കമ്പനി എടുക്കാം. ഒരു 6 7 സ്റ്റാഫായി, എല്ലാം ബോസിൻ്റെ അണ്ടറിൽ ബോസാണ് ഗൈഡ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് കൊട്ടേഷൻ അയക്കേണ്ടത്, എത്ര ഡിസ്കൗണ്ടുകൾ ആർക്ക് കൊടുക്കണം, എങ്ങനെയാണ് പ്രൈസിങ് സ്ട്രാറ്റജി, ഇങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏതൊക്കെ വെണ്ടേഴ്സായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് ബോസ് പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 4 വർഷം കഴിയുമ്പോൾ ഏഴാമതുള്ള സ്റ്റാഫ് 10 ആയി, 15 ആയി. ഈ ഘട്ടം എത്തുമ്പോൾ എല്ലാ സ്റ്റാഫുകളും ബോസിനെ ഡയറക്റ്റ് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തും. അപ്പോഴേക്കും ബോസ് ഓൾറെഡി ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മാനേജറിനെ ബൈപ്പാസ് ചെയ്തിട്ട് ബോസിനെ ഡയറക്റ്റ് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ സിറ്റുവേഷനാണ് ഏറ്റവും ക്രൂഷ്യൽ. ബോസിൻ്റെ എല്ലാ അറ്റൻഷനും പോകുന്നത് സ്റ്റാഫ് മാനേജ്മെൻറ്റ്. കമ്പനീനെ സ്കെയിൽ ചെയ്യാൻ, കമ്പനീനെ ഒരു വളർത്തിക്കൊണ്ടുവരാൻ ബോസിൻ്റെ ഒരു അറ്റൻഷൻ ഉണ്ടാവില്ല. ബോസിൻ്റെ ഒരു ടൈമിൻ്റെ വർക്കിംഗ് അവേഴ്സിൻ്റെ ഒരു 80% ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റാഫ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും വേണ്ടതാണ് ഹൈറാർക്കി. എവ്രിബഡി ഈസ് കോളിംഗ് ദ ബോസ് ഡയറക്ട്ലി ഈസ് നോട്ട് എ ഗുഡ് ബിസിനസ് പ്രാക്ടീസ്. അപ്പോൾ എന്തിനാണ് ഹൈറാർക്കി, എങ്ങനെയാണ് ഹൈറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഹൈറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമൺ സിറ്റുവേഷൻ ഇൻ എ സ്മോൾ കമ്പനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സ്മോൾ കമ്പനീസിൽ എന്തൊക്കെയാണ് കോമൺ സിറ്റുവേഷൻ ഉണ്ടാവുക? എവ്രി വൺ റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദ ബോസ്. ഒരു റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ഉണ്ടാവില്ല. എല്ലാവരും എല്ലാം ചെയ്യുക എന്നുള്ള ലെവലിലുള്ളൊരു ഇതായിരിക്കും. ടാസ്ക് ആർ ഇഗ്നോർഡ് ആൻഡ് ഡിലേഡ്. ടാസ്ക് എപ്പോഴും നീ ചെയ്യ്, ഞാൻ ചെയ്യ്. അതായത് പണിയെടുക്കാത്തവൻ പണിയെടുക്കില്ല, പണിയെടുക്കുന്നവനെല്ലാം പണിയെടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ പണിയും അവളുടെ അല്ലെങ്കിൽ അവൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ബോസ് ബിക്കംസ് ദ ബോട്ടിൽ നെക്ക്. എല്ലാത്തിൻ്റെയും ബോട്ടിൽ നെക്ക് ആവുന്നത് ബോസാണ്. ബോസ് ആകെ പ്രഷറായിരിക്കും. ഓപ്പറേഷണൽ കൺഫ്യൂഷൻ ഇൻക്രീസസ്. ആരാണ് പേയ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ആരാണ് കൊട്ടേഷൻ അയക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ കൊട്ടേഷൻ അയച്ചു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ഫോളോ അപ്പ് ചെയ്ത് കൺഫേം ആയിക്കഴിഞ്ഞാൽ ആരാണ് ഇൻവോയ്സ് ചെയ്യേണ്ടത്, പേയ്മെൻറ്റിന് ആരാണ് ഇതാക്കേണ്ടത്, ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പല കൺഫ്യൂഷൻസും ഉണ്ടാവും. ഈ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അധികം ചെറിയ കമ്പനികളിലുണ്ടാകുന്നത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ എപ്പോഴാണ് ഒരു ഹയറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒരു സാധാരണ ഒരു സർവീസ് ബിസിനസ്സിൽ, ഒരു ലോജിസ്റ്റിക്സ് കമ്പനി അല്ലെങ്കിൽ ടൂർ ഓപ്പറേഷൻ കമ്പനി, ഒരു ക്ലിനിക്, ഒരു സ്റ്റാഫ് ഒരു 7 അതോ അതിലോ ഒരു ഓപ്പറേഷണൽ എംപ്ലോയീസ് ആയിട്ട് വലുതായി. ഇപ്പോൾ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ എല്ലാവരെയും ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പാടാണ്. വെൻ ഷിപ്മെൻറ്റ് ഓർ വർക്ക് ലോഡ് വോളിയം ഇൻക്രീസസ്. സാധാരണഗതിയിൽ ഒരു 10 എൻക്വയറി ഒരു ദിവസം വരുന്നതിനും ഒരു 15 അല്ലെങ്കിൽ 20 എൻക്വയറി വരുന്ന ഒരു സിറ്റുവേഷൻ. വെൻ ടാസ്ക് ആർ ഫ്രീക്വൻ്റ്ലി മിസ്ഡ്. എൻക്വയറി വന്നിട്ടുണ്ടാവും, കൊട്ടേഷൻ അയച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ സർവീസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരു റിഗ്രറ്റ് ലെറ്റർ അയക്കണം. എന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യം അവർ നമ്മളുടെ അടുത്ത് വരുള്ളൂ. വെൻ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അപ്പിയർ. ബോസ് എല്ലാം പറഞ്ഞു കൊടുക്കും സ്റ്റാഫിന്, പക്ഷേ ഈ സ്റ്റാഫ് കറക്റ്റായിട്ട് ചെയ്യില്ല, വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ചെയ്തിട്ടുണ്ടാകും, ഹാഫ് ഓഫ് ദ വർക്ക് ഈസ് ഡൺ, ഹാഫ് ഓഫ് ദ വർക്ക് ഈസ് നോട്ട് ഡൺ, ഇൻകംപ്ലീറ്റ്. ഇത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. വെൻ ദ ഓണർ കനോട്ട് മോണിറ്റർ എവറിത്തിങ്. ഓണർ ചിലപ്പോൾ ഡിസ്റ്റൻറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കുന്നുണ്ടാവുക. ഫിസിക്കൽ സ്റ്റാഫിൻ്റെ ഓഫീസ് വേറൊരിടത്തായിരിക്കും, ഓണർ വേറൊരു ലൊക്കേഷനിലായിരിക്കും. ഇപ്പം നമുക്കതെല്ലാം ബൈപ്പാസ് ചെയ്യും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും
ഓണർ എല്ലാം കൂടി മോണിറ്റർ ചെയ്യുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓപ്പറേഷണൽ ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴൊക്കെയാണ് ഓപ്പറേഷണൽ ഇതിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഹൈറാർക്കി ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്യണം എന്ന് നമ്മളൊക്കെ പറയുന്നത്? എംപ്ലോയിങ് ബ്ലെയിംസ് ഈച്ച് അതർ. എംപ്ലോയീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. കസ്റ്റമേഴ്സ് ഒരുപാട് ഡിലേ ആയിട്ടുള്ളതിന് കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങും. വർക്ക് ഈസ് നോട്ട് ക്ലിയർലി അസൈൻഡ്. കഴിഞ്ഞാൽ ഇവൺ ഒരു മാനേജർ ഉണ്ടെങ്കിൽ കൂടി ഒരാൾക്ക് ഇതാരാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു ഇതുണ്ടാവില്ല. കാരണം ഇങ്ങനെയുള്ള ചെറിയ കമ്പനികളിൽ ഒരു സ്റ്റാഫ് ഒരു ലീവിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സഡൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആരാണ് അതിന് റെസ്പോൺസിബിലിറ്റി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് കറക്റ്റായിട്ടൊരു ക്ലിയർലി പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ഇതിൽ എല്ലാവരും ചെയ്യുന്നു, എല്ലാവർക്കും എല്ലാ ജോലിയും അറിയാം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ബോസ് മസ്റ്റ് സോൾവ് ഓൾ സ്മോൾ ഡെയിലി പ്രോബ്ലം. എല്ലാ ഡെയിലി പ്രോബ്ലത്തിനും ബോസിനെ വിളിക്കും. ഒരു ഷിപ്മെൻറ്റിലെ ബോസിന്, പ്രോഡക്റ്റ് കംപ്ലൈൻറ്റ്, സർവീസ് കംപ്ലൈൻറ്റ് ബോസിന്, അതേപോലെ തന്നെ പേയ്മെൻറ്റിലെ ബോസ്, എല്ലാത്തിനും ബോസിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. സ്റ്റാഫ് ബൈപ്പാസ് ദ പ്രൊസീജിയർ. ഈവൺ നമ്മൾ പ്രൊസീജിയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും കൂടി, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഇൻട്രൊഡ്യൂസ് ചെയ്താലും കൂടി ഇതെല്ലാം ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റാഫ് ബോസിനെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും, ലീവ് ചോദിക്കും. ഇങ്ങനെയുള്ള ഇപ്പോൾ സീനിയർ മാനേജർ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൂടി ലീവ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ബോസിനെ വിളിക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ കമ്പനിയിലുണ്ടെങ്കിൽ ഇതൊരു അലാമിംഗ് ആണ്. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയിൽ ഹൈറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയമായി എന്നുള്ളതിനുള്ള അലാമിംഗ് ആണ്. Why hierarchy is more important? അക്കൗണ്ടബിലിറ്റി. ആരാണ് ഇതിൻ്റെ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ചുമതലയാണ് എന്ന് സ്റ്റാഫ് വിശ്വസിച്ച് തുടങ്ങി കഴിഞ്ഞാൽ 80% പ്രോബ്ലങ്ങളും നമ്മുടെ കമ്പനിയിൽ തീരുന്നു. ഇംപ്രൂവ്സ് ഓപ്പറേഷണൽ കൺട്രോൾ. ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ളൊരു ധാരണ വന്നു. റെഡ്യൂസ് മാനേജ്മെന്റ് വർക്ക്ലോഡ്. മാനേജ്മെന്റിന്റെ ഓവർ വർക്ക്ലോഡ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനേക്കാളും കൂടുതൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ. കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ലാസ്റ്റ് നോട്ട് ബട്ട് ലീസ്റ്റ്, ഹെൽപ്പ് സ്കെയിൽ ദ ബിസിനസ്. അടിത്തറ സ്ട്രോങ് ആയാലേ കെട്ടിടം നല്ല സ്ട്രോങ് ആകുള്ളൂ. അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എത്ര വലിയ ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാലും അത് ഹാപ്പിലി ഒരു കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയും. ടിപ്പിക്കൽ ലോജിസ്റ്റിക്സ് കമ്പനി സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഹൈറാർക്കി, ഓണർ, ഓപ്പറേഷൻ മാനേജർ, ടീം ലീഡറിന് ഡിഫറെൻ്റ് ആയിട്ട് ഡോക്യുമെൻറ്റേഷൻ, ട്രാൻസ്പോർട്ട്, വെയർ ഹൗസ്, പിന്നെ സെയിൽ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു ഓപ്പറേഷൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. ദെൻ ഓപ്പറേഷൻ സ്റ്റാഫ്. ഹൗ ടു ഇൻട്രൊഡ്യൂസ് ഹൈറാർക്കി. ഇവിടെ എല്ലാം കഴിഞ്ഞ് ഹൈറാർക്കി വേണം എന്നുള്ളതിന് ഒരു ഓണർക്കും തർക്കമില്ല. ഹൈറാർക്കി എൻ്റെ കമ്പനിയിൽ വേണം. പക്ഷെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയിലുള്ള സ്റ്റാഫ് പെട്ടെന്ന് റിസൈൻ ചെയ്തു പോകുമോ എന്നുള്ള ഒരു ഭയം. ആ ഭയം കൊണ്ട് അധികം ഓണേഴ്സും ഹൈറാർക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര ഭയക്കും. അപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ പോയിട്ട് ഒരു ഹൈറാർക്കിയിൽ നിന്ന് ഇങ്ങനെയാണ് ഇന്നാൾ ഇന്ന റിപ്പോർട്ട് ചെയ്യണം, ഇന്നാൾ ഇന്ന റിപ്പോർട്ട് ചെയ്യണം, ഇന്നാളാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കഴിയില്ല. ഹൈറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയമെടുക്കും. ഒരു പക്ഷേ രണ്ടോ അതിലധികമോ 6 മാസം വരെയൊക്കെ സമയമെടുക്കും. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആയിട്ട് നമുക്കത് ഓരോ ഘട്ടങ്ങളായിട്ട് പോകാം. ഒന്നാമത്തെ ഘട്ടം മാപ്പ് ഓപ്പറേഷണൽ വർക്ക് ഫ്ലോ. ഈ വർക്ക് ഫ്ലോയിൽ നമ്മൾ മാപ്പ് ചെയ്യണം എന്തൊക്കെയുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റായിട്ട് നമ്മൾ തിരിക്കണം. ബുക്കിംഗ്, ഡോക്യുമെൻറ്റേഷൻ, അതായത് എൻക്വയറി വരുന്നു, അപ്പോൾ ബുക്കിംഗ് ചെയ്യുന്നു. ഡോക്യുമെൻറ്റേഷൻ ആരാണ് ചെയ്യേണ്ടത്, ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ, ഡെലിവറി, കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ, അതായത് കസ്റ്റമർ കംപ്ലൈൻറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ്, ഒരു ഷിപ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതാരാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമ്മളൊരു ധാരണ ഉണ്ടാക്കുക. മാപ്പ് ഓപ്പറേഷണൽ വർക്ക് ഫ്ലോ, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തൊക്കെയാണ് നമ്മളുടെ കമ്പനിയിൽ ടാസ്ക് എന്നുള്ളത് ക്ലിയർ ധാരണ. അടുത്തത്, ഇത് ആർക്കാണ് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു തീരുമാനമൊക്കെ. അസൈൻ റെസ്പോൺസിബിലിറ്റി.
ക്രിയേറ്റ് ഓപ്പറേഷണൽ യൂണിറ്റ്സ്, ഡോക്യുമെൻറ്റേഷൻ ടീം, ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ ടീം, വെയർഹൗസ് ടീം, കസ്റ്റമർ സർവീസ് ടീം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടീമായിട്ട് ചെറിയ ചെറിയ പീസ് ഓഫ് കേക്കായിട്ട് നമ്മൾ മുറിക്കുക. വലിയ ടാസ്കിനെ ചെറിയ ടാസ്ക്കായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക. ഈച്ച് ടീം മസ്റ്റ് ഹാവ് വൺ റെസ്പോൺസിബിൾ ലീഡർ. ഓരോ ടീമിനും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കും. സ്റ്റെപ്പ് 3, ഇംപ്ലിമെൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇവിടെയാണ് അധികമിടത്തും പാളിപ്പോകുന്നത്. ചിലയിടത്ത് ചില ആളുകൾ ബോസിന് പെട്ടെന്ന് ഒരു സോപ്പ് ഇട്ടിട്ട് എന്തിനും ഏതിനും ബോസിനെ വിളിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടാവും. ഇവിടെയാണ് ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം പാളിപ്പോകുന്നത്. സ്റ്റാഫ് ടീം ലീഡറിൻ്റെ അടുത്ത്, ടീം ലീഡർ ഓപ്പറേഷൻ മാനേജറുടെ അടുത്ത്, ഓപ്പറേഷൻ മാനേജർ ഓണറിൻ്റെ അടുത്ത്. This prevents everyone reporting directly to the boss. Step 4, introduce daily operation control. ഡെയിലി ഓപ്പറേഷൻ കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു പക്ഷേ തുടക്കഘട്ടത്തിലൊക്കെ ഡെയിലി ഓപ്പറേഷൻ മീറ്റിംഗ് ഇത് ടീം ലീഡർ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്, ജനറൽ മാനേജർ ആയിരിക്കരുത്. ജനറൽ മാനേജർ എല്ലാവരുടെയും പറയുമ്പോൾ ഇറ്റ്സ് വിൽ ടേക്ക് ടു മനി ടൈം. ഒരു 10 മിനിറ്റിൽ താഴെയുള്ള ചെറിയൊരു ബ്രീഫിംഗ്, അത് മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇന്ന ടാസ്കുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണം. തലേ ദിവസമായിട്ടുള്ള പെൻഡിങ് വർക്കുകൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫോളോ അപ്പ് അങ്ങനെ എന്താണെന്ന് അത് ടാസ്ക് ലിസ്റ്റ് നോക്കാം. ടാസ്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലത്തെ എക്സലിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഷിപ്മെൻറ്റ് സ്റ്റാറ്റസ് മോണിറ്ററിങ്, റെസ്പോൺസിബിലിറ്റി ട്രാക്കിംഗ്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം വളരെ പറഞ്ഞിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഓർഗനൈസ്ഡ് ആകുമ്പോൾ എവറിബഡി ഈസ് ഇൻഫോംഡ് അബൌട്ട് എവറിത്തിങ് എന്നുള്ള ലെവലിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലാകുമ്പോൾ എവറിത്തിങ് വിൽ ഗോ സ്മൂത്ത്. മാക്സിമം ചിലപ്പോൾ ഒരു ആഴ്ചയിലൊക്കെ ഒരു മീറ്റിങ്ങോ മാസത്തിലൊരു മീറ്റിങ്ങിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. സ്റ്റെപ്പ് 5, ഇൻട്രൊഡ്യൂസ് സോഫ്റ്റ്വെയർ ലേറ്റർ. ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ അധികം ബിസിനസ് കൺസൾട്ടന്റ്മാർ പറയുന്നത് എന്താ പറഞ്ഞാൽ, നിങ്ങളൊരു പ്രോപ്പർ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. അതിൽ എല്ലാവരും എൻട്രി ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാകും എന്താണ് ഏതാണ് ആർക്ക് കൊടുത്തു, ആർക്ക് തന്നു, ഏതെല്ലാം എൻക്വയറിയാണ് അറ്റൻഡ് ചെയ്തത്, ഇപ്പോൾ ഏതെല്ലാം കൺവേർട്ടായി അല്ലെങ്കിൽ കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്, കൺവേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതെല്ലാം ഷിപ്മെൻറ്റ് എടുത്തു, ഡെലിവറി ചെല്ലാൻ ഉണ്ടാക്കിയോ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ അസൈൻ ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഹൈറാർക്കി ആണോ സോഫ്റ്റ്വെയർ ആണോ ആദ്യം വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറാർക്കി കംസ് ഫസ്റ്റ്, സോഫ്റ്റ്വെയർ സെക്കൻഡ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സിസ്റ്റം, ദെൻ പീപ്പിൾ, ദെൻ സോഫ്റ്റ്വെയർ. പ്രോസസ്സ് ചെയ്യാൻ നമ്മളുടെ സ്റ്റാഫ് മടിക്കുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. സാറേ ഞാൻ മറന്നുപോയി, സാറേ ഞാൻ അറിയില്ലായിരുന്നു, എനിക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള പല ഒഴിവുകളും പറഞ്ഞിട്ട് അവരത് ഒഴിവാക്കുക ചെയ്യുള്ളൂ. ഓർഡർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ: ഫസ്റ്റ് ഹയറാർക്കി, റെസ്പോൺസിബിലിറ്റി അസൈൻമെൻറ്റ്, പ്രോസസ് ഓഫ് ഡിസിപ്ലിൻ. റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. ദെൻ ലോജിസ്റ്റിക്സ് സോഫ്റ്റ്വെയർ. കൺക്ലൂഷൻ: hierarchy is not about control. Hierarchy is not about control. It is about responsibility, efficiency, and scalable growth. Structured organization a structured organization can grow faster and operate smoothly. അപ്പോൾ ഹൈറാർക്കി എന്നുള്ളത് ഒരു കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, എഫിഷ്യൻസി, സ്കെയിലബിൾ ഗ്രോത്ത്. കമ്പനിയുടെയും സ്റ്റാഫിന് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു മാനേജറായിട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറായിട്ടോ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എനിക്ക് ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു സെക്യൂരിറ്റി സ്റ്റാഫിന് വന്നു കഴിഞ്ഞാൽ സ്റ്റാഫ് ലോങ് ടേം ആ ഒരു കമ്പനിയിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്, കൂടുതലാണ്. സ്ട്രക്ചർഡ് ഓർഗനൈസേഷൻ ക്യാൻ ഗ്രോ ഫാസ്റ്റർ. പെട്ടെന്ന് വളരും. ഓർഗനൈസേഷൻ സ്ട്രക്ചർ സ്ട്രോങ് ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ വളരെ പെട്ടെന്ന് വളരും, ഓപ്പറേഷൻ വളരെ സ്മൂത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈറാർക്കിയാണ് എല്ലാത്തിനും ഫസ്റ്റായിട്ട് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ കമ്പനിക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ഹൈറാർക്കി നിങ്ങളുടെ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയമായി.
ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പക്ഷേ ലീഗൽ ഇഷ്യൂസ്, GST ആയിട്ട് ടാക്സ് പരമായിട്ടുള്ള ഇഷ്യൂസ്, അതും അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലുള്ള ഇഷ്യൂസ്, സ്റ്റാഫ് ഹയർ ചെയ്യാനുള്ള ഇഷ്യൂസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി വി വിൽ ഹെൽപ്പ് യു ഔട്ട് ഓൺ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് വാച്ചിങ്. ബൈ ബൈ.